വെൽക്കം ബാക്ക് ടു CSEB ബൂസ്റ്റർ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ് ലോയിൻ്റെ സെക്ഷൻസ് ആണ്. സെക്ഷൻ 2 ആണ്. നമ്മൾ ഡെഫിനേഷൻസ് ഓരോ പാർട്ടായിട്ട് ഇട്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മൾ അടുത്ത പാർട്ടിലേക്ക് കിടക്കുകയാണ്. നമ്മൾ മൊത്തം 10 സെക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി 5 സെക്ഷൻസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2A മുതൽ 2DB വരെ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതാണ് 2DC. ഓക്കെ, 2DC എന്താ നോക്കാം. പുതിയ സെക്ഷനാണ്, പുതിയതായിട്ട് വന്നൊരു സെക്ഷനാണ് 2DC എന്ന് പറയുന്നത്. 2DCയിൽ ഡിഫൈൻ ചെയ്യുന്നത് കൺസോഷ്യം ആണ്. എന്താ നോക്കാം. മീൻസ് എ ഫോർമൽ അസോസിയേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോംഡ് ബേസ്ഡ് ഓൺ എ കോമൺ ഒബ്ജക്റ്റീവ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ ന്യൂ എൻറ്റിറ്റി ഫോർ റേസിംഗ് ഫണ്ട് for providing financial assistance for public purpose with the approval of state government. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടി ഫോം ചെയ്യുന്ന ഒരു അസോസിയേഷനാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഫോർമൽ അസോസിയേഷനാണ് ഈ ഒരു കൺസോഷ്യം എന്ന് പറയുന്നത്. ഇവരുടെ കോമൺ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ എൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. ഓക്കെ, മെയിനായിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ഫോർമൽ അസോസിയേഷൻ ഉള്ളത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഫോർമൽ അസോസിയേഷനാണ് ഈ ഒരു കൺസോഷ്യം എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടിയാണ് ഈ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കാം. 2E ആണ്. നമ്മൾ 2DC പറഞ്ഞു, അടുത്തത് 2E ആണ്. 2Eനെ ഡിഫൈൻ ചെയ്യുന്നത് കമ്മിറ്റീനെയാണ്. എന്താ കമ്മിറ്റിയിൽ പറയുന്നത് നോക്കാം. ഗവേണിംഗ് ബോഡി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബൈ വാട്ട് എവർ നെയിം കോൾഡ് ടു വിച്ച് ദ മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് സൊസൈറ്റി ഈസ് ഇൻട്രസ്റ്റഡ്. എന്താണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഗവേണിംഗ് ബോഡീനെയാണ് നമ്മൾ കമ്മിറ്റി എന്ന് പറയുക. അതായത് സൊസൈറ്റിയുടെ അഫയേഴ്സ് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക രൂപീകരിക്കുന്ന ഒരു സംഭവമാണ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2Eയിൽ കമ്മിറ്റീനെ കുറിച്ചാണ് ഡിഫൈൻ ചെയ്യുന്നത്. അടുത്ത സെക്ഷൻ നോക്കാം. 2EA. 2EAയിൽ ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ചാണ് ഡിഫൈൻ ചെയ്യുന്നത്. 2EAയിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൻ 70A പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കോർട്ടാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ഇത്രേ പറയുന്നുള്ളൂ ഈ ഒരു സെക്ഷനിൽ. സെക്ഷൻ 70Aയിലാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 70A പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അടുത്തതാണ് 2EB. EB എന്താണ്? കൺസോഷ്യം ലെൻഡിങ് സ്കീമാണ്. ഓക്കെ, അതായത് സെക്ഷൻ 57C പ്രകാരം ഫ്രെയിം ചെയ്യുന്ന ഒരു കൺസോഷ്യം ലെൻഡിങ് സ്കീമാണിത് എന്നാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. 57C സെക്ഷൻ 57C പ്രകാരം ഫ്രെയിം ചെയ്യുന്ന ഒരു സ്കീമാണ് കൺസോഷ്യം ലെൻഡിങ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് 2EC. എന്താണ് 2EC? കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. ഇതിലൊക്കെ ആ ഹെഡിങ് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, സെക്ഷൻ 57Aയിലാണ് ഈ ഒരു കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഡിഫൈൻ ചെയ്യുന്നത് 2ECയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2DC 2E 2EA 2EB 2EC വരെ പഠിച്ചു. ഓക്കെ, എന്തൊക്കെയാണ്? 2DC കൺസോഷ്യം ഒരു ഫോർമൽ അസോസിയേഷൻ ആണെന്ന് പറഞ്ഞു. 2E എന്ന് പറയുന്നത് ഒരു കമ്മിറ്റിനെ കുറിച്ചാണ് ഡിഫൈൻ ചെയ്യുന്നത്. EAയിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് സെക്ഷൻ 70A പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കോർട്ടാണ് ആർബിട്രേഷൻ കോർട്ട് എന്ന് പറഞ്ഞു. 2EB എന്ന് പറയുന്നത് 57C പ്രകാരം ഫ്രെയിം ചെയ്യുന്ന ഒരു സ്കീമാണ് കൺസോഷ്യം ലെൻഡിങ് സ്കീം എന്ന് പറഞ്ഞു. അതുപോലെ 2EC സെക്ഷൻ 57A പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് എന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഇത്രയും സെക്ഷൻസ് നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സെക്ഷൻസ് എല്ലാം അടുത്ത ക്ലാസ്സിൽ ഇടാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.